ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയുടർപ്പിച്ചിടാം ഈയൾ താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. പ്രിയയാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ വിവാഹ വിരുന്നിൻ്റെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ചേക്കാം. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. അപ്പോൾ ഇതിലൂടെ പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഓരോ ഉപമകളും കർത്താവ് പറയുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് കാണാൻ അനേക ഉപമകൾ പറയുന്നത്. അപ്പോൾ ഓരോ ഉപമകൾ വഴിയും ദൈവരാജ്യത്തിൻ്റെ വിവിധ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവരാജ്യ അനുഭവം സ്വന്തമാകണം, മരണശേഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. ഈ ഒരു ആശയത്തിന് വേണ്ടിയാണ് നമ്മൾ, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവരാജ്യം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവേശനം എന്നതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്, അതിൻ്റെ ഒരു മുഖമാണ് സത്യത്തിൽ ഈ അധ്യായം. നമുക്ക് വായിച്ചു. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ ഇതാ യജമാനൻ ഭൃത്യന്മാരെ അയച്ചു. അപ്പോൾ ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. അതൊരു വിവാഹവുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാ യജമാനൻ മകൻ്റെയോ മകളുടെയോ ആയിക്കോട്ടെ ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെടാനായിട്ട് അനേകരെ വിളിച്ചിരിക്കുക. അപ്പോൾ ആ യജമാനൻ മനസ്സിൽ കണ്ട കുറേ ആളുകളുണ്ട്, അവരെ ഈ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കണം. വിവാഹം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസവും ദിനങ്ങളുമാണ്. കല്യാണ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു, തമാശകൾ പറയുന്നു, എല്ലാവരും ചേർന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുന്നു. സന്തോഷം ഇല്ലേലും വെറുതെ അങ്ങ് സന്തോഷിക്കാൻ പലരും ശ്രമിക്കുന്ന കാണാൻ, ചിലർക്ക് സന്തോഷമൊന്നും കാണില്ല. ഇല്ലെങ്കിലും അവർ വിവാഹ വിരുന്നിൽ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കും. ചിരിക്കാൻ പറ്റാത്ത നാത്തൂൻ എന്ത് ചെയ്യും, അവിടെ വരുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. കരയാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും വീഡിയോയുടെ മുമ്പിൽ വരുമ്പോൾ പലരും ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സന്തോഷത്തിൻ്റെ സ്ഥലമാണ് ഏത്, കല്യാണ വിരുന്ന്. ആ സ്ഥലത്തേക്ക് സന്തോഷിക്കാൻ വേണ്ടി കുറേ മനുഷ്യരെ വിളിച്ചു. നീ വന്ന് സന്തോഷിക്കുക, സമൃദ്ധി അനുഭവിക്കുക, ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ഉല്ലസിക്കുക. അന്നും നമുക്കറിയാം മറ്റു രാജ്യത്തെ പോലെ ഇവിടെ ഫുഡ് ഫ്രീയാണ്. വിദേശ രാജ്യത്ത് കല്യാണത്തിന് വിളിച്ചാലത്തെ സ്ഥിതി എന്താണെന്നറിയോ? അത് നിങ്ങൾ അറിഞ്ഞാൽ ഇതാ കുഴപ്പമാകും, ചിലരത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് പൊക്കോണം, ഹോട്ടലിലായിരിക്കും ഭക്ഷണം. ഇതാ അവിടെ പോയി
സ്വന്തം കാശ് കൊടുത്ത് ഭക്ഷണം മേടിച്ച് കഴിച്ചു പോകും. അപ്പോൾ കൂടുതൽ സന്തോഷമുള്ള സ്ഥലമാണ്. അപ്പോൾ സൗജന്യമായിട്ട് ദൈവരാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്? സൗജന്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചപ്പോൾ വിളിക്കപ്പെട്ടവരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. അവരെന്ത് ചെയ്തു? എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നേരമില്ല. പിന്നെ വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് അവരെ ഒഴിവാക്കാം. കാരണം എന്താണ്? അവർ ചിന്തിക്കുന്നത് ഈ സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണ് ഏത്? ഇതിന് പുറത്തുള്ള സന്തോഷം എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളാണ് ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് വിളിച്ചാൽ വരാതെ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മനുഷ്യരെ ഞാനും വിടുകയാണ്. കാരണം എന്താണ്? അവര് ഒരു കാലത്ത് മനസ്സിലാക്കുക എന്താണ്? ഇതല്ലായിരുന്നു യഥാർത്ഥ സമാധാനം. ഇതല്ലായിരുന്നു യഥാർത്ഥ സമാധാനം. 110% ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവൻ എന്തിനാണോ സന്തോഷം കണ്ടെത്തുന്നത്, ആ കണ്ടെത്തിയ സന്തോഷം യഥാർത്ഥമല്ലായിരുന്നു എന്ന്, യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന് 100% മനസ്സിലാക്കും. അവൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും, ദൈവരാജ്യ സന്തോഷത്തിലേക്ക് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ നീട്ടിയിട്ടിരിക്കുന്നത്. ഈ ചിറക് കൊണ്ട് നീട്ടാൻ കാരണം പള്ളി ഇത്രയും ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ എന്താണ്? ഇന്ന് സന്തോഷിക്കുന്ന മനുഷ്യർ നാളെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതിനാണ് കുറച്ച് സൈഡ് അങ്ങേയറ്റം ഇങ്ങോട്ട് നീട്ടിയിരിക്കുന്നത്. മനസ്സിലായി? നമ്മൾ അവരെ വിടാം. അവരുടെ പ്രസംഗം 10 വർഷം കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ എന്താണ്? അടുത്ത പാർട്ടികൾ വായിക്കാം. ഇതാ വിരുന്നു സജ്ജമായിരിക്കുന്നു. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഒരു യജമാനൻ തൻ്റെ മുഴുവൻ സമ്പത്തും ഇതാ ഒരു കല്യാണ വരുന്നതിന് വേണ്ടി മുതൽ മുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊഴുത്ത കാള സമ്പത്ത്, അതൊക്കെ അവൻ്റെ സമ്പത്ത്. ആ കാലഘട്ടത്തിലെ സമ്പത്താണ്. അതെല്ലാം അവനെടുത്ത് എന്ത് ചെയ്യാണ്? കൊന്ന് ഈ വിരുന്നുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഒരാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് പോവുകയാണ്, വരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പോയി. വേറൊരാൾ എന്ത് ചെയ്തു? ഫാക്ടറി അത്യാവശ്യ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ ഓരോരുത്തരങ്ങ് പോയി. പിന്നെ മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ചിലർ കല്യാണം വിളിക്കാൻ ചെന്നവരെ തന്നെ എന്ത് ചെയ്തു? ചീത്തയും തെറി പറഞ്ഞ് ഓടിക്കും. നിങ്ങളിപ്പോൾ പലരെയും വിളിക്കാൻ ചെല്ലുമ്പോൾ ത്യാഗത്തിന് വിളിക്കാൻ ചെല്ലും, വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു വിടുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ. പിന്നെ രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. പ്രിയമുള്ളവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്താണ്? ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. ആയതിനാൽ വഴിക്കവലകളിൽ ചെന്ന് കാണുന്നവരെയെല്ലാം വിളിച്ചു കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, നിന്റെ ഈ വിളി സ്വീകരിക്കാൻ സത്യത്തിൽ ഞാൻ യോഗ്യനല്ല. പലപ്പോഴും പല മനുഷ്യർ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യവും ഈ സ്നേഹവും ഏറ്റുവാങ്ങാനുള്ള യോഗ്യത സത്യത്തിൽ എനിക്കില്ല. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, തിരഞ്ഞെടുത്തപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്തുകൂടായിരുന്നു. കുറച്ചുകൂടി ആരോഗ്യവും നട്ടലിന് കുഴപ്പമില്ലാത്ത ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതാ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യാമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ടവർ അയോഗ്യരായതുകൊണ്ട് വഴിക്കവലകളിലുള്ളവരെയെല്ലാം, യോഗ്യതയില്ലാത്തവരെയെല്ലാം വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇതാണ്. ദൈവം ദൈവരാജ്യ അനുഭവത്തിലേക്ക് വിളിച്ചിരിക്കുന്ന നമുക്ക് ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ അയോഗ്യരാണെന്നുള്ളത്. ഇതിന് അർഹരല്ല, ദൈവരാജ്യത്തിന് നമ്മൾ അർഹരല്ല. എങ്കിലും ദൈവം സ്നേഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ഇതാ പന്തിക്കിരുത്തിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജാവിൻ്റെ സമൃദ്ധിയുടെ പങ്കാളിയായി തീരാൻ. ആ രാജാവിൻ്റെ സമൃദ്ധിയുടെ പങ്കാളിയായി തീരാൻ എന്നെയും നിങ്ങളെ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവം? അടുത്ത് വായിച്ചേ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ സകല നാട്ടിലും പോയി പല രീതിയിൽ പല ആളുകളെ വിട്ട്
രാജാവ് യോഗ്യതയില്ലാത്ത പലരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? വിരുന്നുശാല നിറച്ചു. കണ്ടല്ലേ, ഇപ്പൊ നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ വചനം വരുന്നത്. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. വായിക്കാം. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ രാജാവ് ഇപ്പം വരും. നമുക്ക് കാളയും കൊഴുത്ത ആട്ടിൻകുട്ടിയും എല്ലാം മുറിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി കിട്ടും. ഞങ്ങൾ പറയത്തില്ലേ, ദൈവം രോഗശാന്തി നൽകും, അത്ഭുതം നൽകും, അടയാളങ്ങൾ നൽകും, കടബാധ്യത നീക്കും, പിന്നെ കുടുംബ പ്രശ്നങ്ങൾ തകരാറ് മാറ്റും. ചിന്തിക്കാൻ പറ്റാത്ത ഓഫറുകളാണ് സത്യത്തിൽ നൽകുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം? ധ്യാനത്തിൽ വന്നിരിക്കുകയാണ്. വിരുന്നുശാലയിൽ ഇപ്പോൾ ഇതാ രാജാവ് വരും, കല്യാണം ആരംഭിക്കും. അതോടുകൂടി കല്യാണം കഴിഞ്ഞാലുടനെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ പങ്കാളിയാകാം. അപ്പം ഞങ്ങൾ സുവിശേഷകർ ചെയ്യുന്നത് ഇത് ഓഫർ ചെയ്യുക. ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ സ്മെല്ലടിച്ച് വന്നിട്ടുണ്ട്. അതാണ് ഈ തലവേദന മാറി, മുട്ടിന് വേദന മാറി, രോഗശാന്തി കിട്ടി, അത്ഭുതം കിട്ടി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ മണമേ ആയിട്ടുള്ളൂ. ദൈവരാജ്യം എത്തിയിട്ടില്ല. മണം അടിച്ചപ്പോൾ തന്നെ പലരും എന്ത് ചെയ്തു? ബോധം കെട്ടുപോയി. അതുകൊണ്ടാണ് ധ്യാനത്തിന് വന്നിരുന്നു, സ്വർഗീയ വിരുന്ന് ആരംഭിച്ചില്ല, അല്ലെങ്കിൽ വിരുന്നുശാലയിൽ വിരുന്ന് ആരംഭിച്ചില്ല. അതിനു മുമ്പേ എന്ത് ചെയ്തു? ഫുഡ് അടിച്ച പോലെ ഉറങ്ങിപ്പോയി ചില ആളുകൾ. ചില ആളുകൾ ഈ ഉച്ച കഴിഞ്ഞത്തെ ധ്യാനമായതുകൊണ്ടായിരിക്കാം, ഷുഗറിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സത്യത്തിൽ ചില മനുഷ്യരിരുന്നുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു, വായിക്കോട്ട വിടുന്നു. അപ്പം ഭക്ഷണം വല്ലതും കഴിച്ചാത്ത സ്ഥിതി എന്തായിരിക്കും? അപ്പം പ്രിയമുള്ളവർ, എന്തായാലും ഇങ്ങനെ വിരുന്നുശാലയിൽ എല്ലാവരും കയറ്റിയിരുന്നു. രാജാവ് ഇറങ്ങി വന്നു. രാജാവ് വിരുന്ന് നടത്താൻ വേണ്ടി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തൻ്റെ സമൃദ്ധിയെ ഇതാ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി. അത് യോഗ്യത പോലെ ഇല്ലെങ്കിലും വേണ്ടില്ല, ഇതാ എൻ്റെ മക്കളുടെ വിരുന്ന് ഇവരെ കൂടി അനുഭവിപ്പിക്കാൻ പോവാണ്, ഈ സന്തോഷം ഇവർ കൂടെ കൊടുക്കാൻ പോവാണ്, അതിനുവേണ്ടി ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ഇറങ്ങി വന്നു. അപ്പൊ സംഭവിച്ചതാണ്, വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. എത്ര പേരെ കണ്ടു? ഒറ്റയാൾ. ബാക്കിയുള്ള എല്ലാവരെയും നോക്കുമ്പോൾ അവരെല്ലാം വിവാഹ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തെരുവി കഴിഞ്ഞവരാണ്, പലയിടത്തും ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ദൈവം വിളിച്ചപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? കയറിപ്പോകും. പക്ഷെ കയറിപ്പോരുമ്പോൾ ഏത് സ്ഥലത്തേക്കാണ് താൻ വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും വിളി സ്വീകരിച്ചവരാണ്. ഞാനും വിളി സ്വീകരിച്ചു, നിങ്ങളും വിളി സ്വീകരിച്ചു. ആ വിളി അനുസരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രചോദിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ഈ വിളി സ്വീകരിച്ച് വരുന്ന വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിളിക്കപ്പെട്ട സ്ഥലം ഏത് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ ഉള്ള യോഗ്യത, മാനദണ്ഡങ്ങൾ നാം മനസ്സിലാക്കി ഇതാ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അതുപോലെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്കും എനിക്കും വിളി കിട്ടി. നമ്മളെല്ലാം വരാൻ തീരുമാനിച്ചു. ഇതാ പഴയ ഒരു ഡയറി ഇരിപ്പുണ്ട്, ഏതാണ് വചനം എഴുതുന്ന ഡയറി, അത് എടുത്തുകൊണ്ട് നമ്മളിങ്ങ് പോന്നിരിക്കുകയാണ് ആഴ്ചയിലാഴ്ച. പക്ഷേ നാം ദൈവരാജ്യ വിളിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലായാൽ ഇതാ നമുക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പ്രിപ്പറേഷൻ എന്താണ്? ദൈവരാജ്യ വിരുന്നിന് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അവൻ വിവാഹ വസ്ത്രം ധരിച്ചിരിക്കുന്നവനായിരിക്കണം. അതാണ് പ്രത്യേകത. എന്താണ് പ്രത്യേകത? വിവാഹ വസ്ത്രം ധരിച്ചിരിക്കുന്നവനായിരിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. എന്താണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവൻ ധരിച്ചിരിക്കേണ്ട വിവാഹ വസ്ത്രം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളിൽ ഇത്രയും പേരെ, 500 പേരെ അല്ലെ 150 പേരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നതാണ്? വിളിച്ചതാണ്. എന്നാൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. പ്രിയമുള്ളവരെ, ഓർക്കുക, ഇതാ വിളിക്കപ്പെട്ടവർ അനേകം പേരുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. ഇത് ഏത് തെരഞ്ഞെടുപ്പിന്റെയും പ്രത്യേകതയാണ്.
അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന വിളി കിട്ടിയിരിക്കുന്ന വ്യക്തി ഒരു കാര്യം ഉറപ്പാക്കണം: ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? അതെങ്ങനെ അറിയുന്നത്? നമുക്കറിയാം, എൻട്രൻസിന്റെ എക്സാം പുറത്ത് വന്ന് കഴിയുമ്പോൾ, റിസൾട്ട് പുറത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റിൽ കൂടെ നോക്കും, എൻ്റെ നമ്പർ അതിനകത്ത് ഉണ്ടോ, എൻ്റെ നമ്പർ ഇതിനകത്തുണ്ടോ. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നവൻ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവര്, ഈ സീറ്റിൽ ഇരിക്കുന്ന വ്യക്തി ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ സീറ്റാണ്. ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വിളിച്ചതാണ്. വിളിച്ചത് കുറെ പേര് അന്ന് ഫാക്ടറിയാണ്, മറ്റേതാണ് മറിച്ചാണ് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പോഴാണ് തെരുക്കോണുകളിലൊക്കെ നിന്നിരുന്ന പാർട്ടികളെ, കള്ളുടിയന്മാരും വീടിവലിയന്മാരും ഒക്കെ വിളിച്ചെത്തിയിരിക്കുകയാണ് സുവിശേഷകരായി. അതുപോലെ വലിയ ദൈവരാജ്യത്തിൽ വിശുദ്ധന്മാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുക. ദൈവം ചിലപ്പോൾ എന്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അവൻ പോയി കാണും. ചിലപ്പോൾ അവനെ ആയിരിക്കും ദൈവം എന്താണ് സെയിന്റ് ആക്കാനോ മാലാഖയാക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനോ വിളിച്ചിട്ട് ബുദ്ധിമാന്മാര് ചിലരെന്താണ് IT പോയിരിക്കുക, IT പഠിച്ച് പോയിരിക്കുകയാണ്. അവന് പള്ളിയിൽ പോകാൻ നേരമില്ല, അവന് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇരുന്നിരുന്ന ഡിപ്രഷൻ ആയിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് നോക്കിയപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനൊക്കെ അതിൽ പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി മറ്റേ സാധനമൊക്കെ പോയവരുണ്ടല്ലോ, എന്നാ പറയുന്നത്, ചിപ്പ് പോയ പാർട്ടികൾ, അങ്ങനത്തെ കൂടെ നമ്മളെയൊക്കെ വിളിച്ച് ദൈവം കൊണ്ട് കൂടിയിരിക്കുക. അങ്ങനെ നമ്മൾ നിരഞ്ഞിരിക്കുക. ഇനി ഇരിക്കുന്നത് ഏത് സീറ്റാണ്? ദൈവരാജ്യത്തിന്റെ സീറ്റാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതില്ലേ സംഭവിക്കാൻ പോകുന്നതാണ്? പ്രിയമുള്ളവര്, രാജാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ പുറന്തള്ളും, തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ ഒരു വസ്ത്രമായിട്ട് ധരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഏത് രീതിയിലാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്, ആ വസ്ത്രം ധരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഷേപ്പും രൂപവും ഭാവവും എല്ലാം മാറിപ്പോകും. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ആ ഡ്രസ്സ് വഴി അയാളുടെ രൂപവും ഭാവവും എല്ലാം വ്യത്യസ്തമായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നത് എന്താണ്? നമ്മുടെ രൂപവും ഭാവവും മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, യേശു ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ യേശുവാകുന്ന ഒരു വസ്ത്രം എടുത്തുകൊണ്ട് നമ്മൾ ധരിക്കുക, മൊത്തം കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നമ്മുടെ മനസ്സിലെല്ലാം ഇത് മനുഷ്യനെ കുറിച്ച് വ്യത്യസ്തമായ തോന്നലുണ്ടാക്കുന്നത് അയാൾ ധരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു വിവാഹ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ, സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ യേശു ക്രിസ്തുവിനെ ഒരു വസ്ത്രമായി തന്റെ ശരീരത്തിൽ ചേർത്ത് ധരിക്കണം. നമ്മളൊന്ന് ആലോചിച്ചു, എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെ വസ്ത്രമായി മാറുന്നത്? യേശു ക്രിസ്തു നമുക്ക് എങ്ങനെയാണ് ഒരു ആഭരണമായി മാറുന്നത്, ഒരു പ്രൊട്ടക്ഷനായി മാറുന്നത്? എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരുന്നോണം. എങ്ങനെയാണ്? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 30-ാമത്തെ വചനം 29-30 വായിക്കാം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിഞ്ഞവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെ അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പുത്രനോട് അനുരൂപനാക്കാൻ, യേശു ക്രിസ്തുവിനെ പോലെയാക്കി തീർക്കാൻ, യേശുവിന്റെ മനോഭാവങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നിലപാടിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, എന്തിനുള്ള വിളിയാണ്? ദൈവത്തിന്റെ പുത്രനായി അനുരൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വിളിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വായിച്ച്, ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരെ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ സഹോദരനായി യേശു മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ഇനി പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റണം. ഇതാ ഞാൻ ചാക്കോച്ചന്റെ ദൈവമാണ്, ചാക്കോച്ചന്റെ ദൈവമാണ്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ അതാണ് നമ്മൾ മൂലം പരിചയപ്പെടാൻ. അതുകൊണ്ടല്ലേ 400 വർഷക്കാലം ഇസ്രായേൽ ജന അടിമത്തത്തിൽ കഴിഞ്ഞു, ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞു.
ദൈവമാരാധന അവർക്ക് അറിഞ്ഞുകൂടാ, കാരണം അവർ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇതാ മോശയെ ദൈവം വിളിച്ചു. മോശ വിളിക്കപ്പെട്ട് ഇതാ മരുഭൂമിയിൽ അവനിങ്ങനെ കഴിയുകയാണ്. ആളുകളെയൊക്കെ മേയിച്ചവരിങ്ങനെ നടക്കുന്ന കാലത്ത് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മോശയ്ക്ക് യാതൊരു പരിചയമില്ല ഈ പുള്ളിയെ. മോശ ചോദിച്ചു, കർത്താവ് ഇതാരാ? ഇത് അത് തീക്കാത്തതുകൊണ്ട് വർത്താനം പറയുന്നു. ആരെ? കാണാനും പറ്റും, കത്തുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ഇതാരേത്? ഉടനെ ദൈവം പരിചയപ്പെടുത്തി, ഞാൻ തന്നെ. മോശയ്ക്ക് വല്ലതും മനസ്സിലായോ? മോശയ്ക്കൊന്നും മനസ്സിലായി. ഉടനെ ദൈവം പരിചയപ്പെടുത്തി, ഇതാ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. കണ്ടോ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഒരു വ്യക്തി വഴിയാണ് ദൈവം സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ സ്വയം വെളിപ്പെടാനും പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? കന്യക മറിയാമിലൂടെ ഇതാ നമ്മെ പരിചയപ്പെടുത്തുന്ന ക്രിസ്തു. കണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക, നീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് നീ വഴിയാണ്. ദൈവം ആരെയെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ പേര് പറഞ്ഞാണ് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്രിസ്തുവിന്റെ പ്രതിനിധികളായി രൂപാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ഒരു രൂപവും ഭാവവും നിലപാടും കാഴ്ചപ്പാടും നിനക്ക് നീ ജീവിക്കുന്നിടത്തുണ്ടാവണം. എങ്കിലേ പരിചയപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഒരു രോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സൗഖ്യപ്പെട്ട രോഗി വഴിയാണ് മറ്റൊരു രോഗി സൗഖ്യപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ധ്യാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൗഖ്യപ്പെട്ട രോഗിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റൊരു രോഗി സൗഖ്യപ്പെടുന്നു കണ്ടിട്ടുണ്ട്. ഉണ്ടാകുന്നപ്പോ ഒരു രോഗിയൊക്കെ പരിചയപ്പെടുത്താം, ഇതാ ഇന്ന പോലെ രോഗി ഇന്ന് ഈ രീതിയിൽ ഇതാ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാളെ ഒന്ന് എഴുന്നേൽപ്പിച്ചു കൊടുത്ത് ഒന്ന് കാണിക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത രോഗി സൗഖ്യപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്തിന് സംഭവം ഉണ്ടായി ഞാൻ ഓർക്കുക. അത് എന്താണോ അങ്ങനെ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവം അവൻ സൗഖ്യം പ്രാപിച്ച, അവന്റെ സൗഖ്യം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി വഴി മറ്റനേകം പേരെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനിലൂടെ മഹത്വപ്പെടാനും പ്രവർത്തിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള മീഡിയമായി ദൈവം കാണുന്നത് ഓരോ മനുഷ്യനെയാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദിമ നൂറ്റാണ്ടിലേതുപോലെ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായി വിട്ടുകൊടുക്കണം. ദൈവം എൻ്റെ ഉള്ളിലാകുകയും ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലാകുകയും ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ ദൈവം എനിക്ക് വസ്ത്രമായിട്ട് നൽകും. ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലാണെങ്കിലോ പ്രിയമുള്ളവരെ, നാം വളരെ സുരക്ഷിതനായിട്ട് അങ്ങോട്ട് മാറും. അപ്പോൾ തിരിച്ചു വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. ഒന്ന് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഉള്ളിലാകും. അപ്പോൾ ദൈവം എനിക്ക് വസ്ത്രമായി. തിരിച്ച് ദൈവം എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലാകും. അപ്പം ഞാൻ ആർക്ക് വസ്ത്രമാകും? ക്രിസ്തുവിന് വസ്ത്രമാകും. കണ്ടോ? ക്രിസ്തുവിൻ്റെ നഗ്നത നീക്കാൻ ഇതാ ഞാനും നിങ്ങളും ക്രിസ്തുവിന് വസ്ത്രമായി തീരണം. യേശു ക്രിസ്തുവിന്റെ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞാണ് പ്രിയമുള്ളവരെ? ക്രിസ്തു നഗ്നനായി തൂക്കപ്പെട്ടത് അനേകായിരങ്ങളുടെ പാപം പുറത്തേക്ക് വന്നപ്പോഴാണ്. ആ പാപം അവന്റെ മേൽ ഓരോരുത്തരുടെ നിന്നയായി തുപ്പലായും ചുമത്തി അവസാനം വസ്ത്രം വരെ ഊരിയെടുത്ത് എന്ത് ചെയ്തു? വിറ്റു. അപ്പൊ കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്നവന്റെ നഗ്നത എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പാപമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ നഗ്നത മറക്കേണ്ട വ്യക്തി ഞാനാണ്. ദൈവം നാണം കെടാൻ ഇടയാകരുത്. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു നാണം കെടുകയാണ് സഭ മൂലം, സഭയിലെ ജനങ്ങൾ മൂലം. കാരണം എന്താണ്? ഇപ്പൊ നമ്മളെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ, 2 എണ്ണം ഷാപ്പിന്റെ മുമ്പിൽ, 2 എണ്ണം കുർബാനയുടെ സമയത്ത് ഇറച്ചിക്കടയുടെ വാതുക്കൽ പ്ലാസ്റ്റിക് കൂടും കൈപിടിച്ച് അതാവുന്നത്.
പ്രിയമുള്ളവരെ, നമ്മളെ നോക്കി ക്രിസ്തു പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എൻ്റെ ശിഷ്യന്മാർ എന്ന് പരിചയപ്പെടുത്തിയ ലോകത്തിൽ ആരെങ്കിലും ഇന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കൂ. ഒരു സ്കൂളുകാർ പരിചയപ്പെടുത്തുകയാണ്. ഇതാ ഇവരൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ്. ഒരെണ്ണത്തിന് 5 മാർക്ക്, രണ്ടാമത്തവന് 8 മാർക്ക്, മൂന്നാമത്തവൻ എല്ലാ വിഷയവും തോറ്റു. ഇങ്ങനെ എല്ലാ വിഷയത്തിനും തോറ്റ പിള്ളേരുടെ പരസ്യം വിട്ടൊരു സ്കൂളുകാർ പരസ്യം കൊടുത്താൽ ആ സ്കൂളിൽ പിന്നീട് ആരെങ്കിലും പിള്ളേരെ ചേർക്കോ? ഇല്ല. നമ്മളൊക്കെ പിള്ളേരെ ചേർക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എത്ര പേര് എഞ്ചിനീയറായി, എത്ര പേര് ഡോക്ടറായി, എത്ര പേര് സയന്റിസ്റ്റായി? ഈ കണക്കെടുത്താണ് എന്ത് ചെയ്യുന്നത്? പലരും എന്ത് ചെയ്യുന്നു? സ്കൂളിൽ ചേർക്കാൻ പോകുന്നത്. അങ്ങനെയാണ് പലരും സ്കൂളിൽ ചേർക്കാൻ പോകും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ സ്കൂളിൽ ആരെങ്കിലും ചേരണമെങ്കിൽ അവിടെ അഭ്യസിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവൻ എങ്ങനായിരിക്കണം? ക്രിസ്തുവിന് അനുരൂപനായി തീരണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും യേശുവിനെ ധരിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു ഒരു മനുഷ്യൻ വഴിയാണ് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടാനും പരിചയപ്പെടുത്തപ്പെടാനും ആഗ്രഹിക്കുന്നത്. അത് ഞാനാകണമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ഞാൻ മൂലം ക്രിസ്തു പരിചയപ്പെടാനിടയായി തീരണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക.